പുല്ലാനിപ്പുഴയുടെ കരയിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആകാശത്തോളം ഉയരമുള്ളതായിരുന്നു ആ മരം. ആ മരത്തിനു ചുവട്ടിൽ ഒരു പുൽക്കൊടി മുളച്ചു വന്നു. ആ വലിയ മരത്തെ നോക്കി പുൽക്കൊടി ഇങ്ങനെ പറഞ്ഞു: "അപ്പൂപ്പാ, നമസ്കാരം." പുൽക്കൊടി വളരെ വിനയത്തോടെയാണ് അങ്ങനെ പറഞ്ഞത്. എങ്കിലും മരത്തിന് അതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. മരം പറഞ്ഞു: "എത്രയോ വർഷങ്ങളായി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എന്നോളം വലിപ്പവും ശക്തിയുമുള്ള മരങ്ങൾ ഈ ഭാഗത്തെങ്ങുമില്ല. ഞാൻ ആരുടെ മുമ്പിലും തല കുനിക്കാറുമില്ല." വലിയ മരത്തിൻ്റെ അഹങ്കാരത്തോടെയുള്ള സംസാരം കേട്ട് പുൽക്കൊടി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. കുറേ നാൾ കഴിഞ്ഞു. ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. കാറ്റിൽ കാട്ടുമരങ്ങൾ ആടി ഉലഞ്ഞു. തല ഉയർത്തി നിന്ന വലിയ മരത്തെ കാറ്റ് പിടിച്ചു. അതിൻ്റെ ചില്ലകൾ ഇളകിയാടി. ചില ശിഖരങ്ങൾ കാറ്റിലൊടിഞ്ഞു. ഇലകളെ കാറ്റ് പറത്തിക്കൊണ്ടുപോയി. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ വലിയ മരം വേരറ്റു വീണു. കാറ്റ് കടന്നുപോയി. അന്തരീക്ഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ശാന്തമായി. അപ്പോൾ നിലത്ത് വീണ് കിടന്ന ആ വലിയ മരം പുൽക്കൊടിയോട് പറഞ്ഞു: "ഇത്ര വലിയ കൊടുങ്കാറ്റുണ്ടായിട്ടും നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ. അത്ഭുതം തന്നെ." അതുകേട്ട് പുൽക്കൊടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "അത്ഭുതപ്പെടേണ്ട. എന്നേക്കാൾ ശക്തനെ കാണുമ്പോൾ ഞാൻ തല കുനിക്കും. ശക്തി കുറഞ്ഞവരെ കണ്ടാലും അങ്ങനെ തന്നെ. വിനയമാണ് എന്നെ നിലനിർത്തുന്നത്." വീണുകിടന്ന മരം അത് കേട്ടു പറഞ്ഞു: "ചങ്ങാതി, നീ പറഞ്ഞതാണ് ശരി. ധിക്കാരവും തലയെടുപ്പും ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുക." പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. വിനയത്തിൻ്റെ സമ്പത്ത് ഏറ്റവും അധികം ഉള്ളവരാണ് വശിന്യാദി വാഗ്ദേവതകൾ. അതുകൊണ്ടാണ് ലളിതാ പരമേശ്വരീ ദേവി അതിമഹത്തായ ലളിതാ സഹസ്രനാമ സ്തോത്രം ഭക്തജനങ്ങൾക്കായി രചിക്കുന്നതിനുള്ള ചുമതല അവരെ ഏൽപ്പിച്ചത്. ഇന്നുവരെ ഇതിന് തുല്യമായ മറ്റൊരു സഹസ്രനാമ സ്തോത്രവും രചിക്കപ്പെട്ടിട്ടുമില്ല. യുദ്ധവേളയിൽ ശക്തി സൈന്യത്തെയും അമ്മയെയും സംരക്ഷിക്കുന്നതിന് ജ്വാലാമാലിനി എന്ന ദേവി അഗ്നിജ്വാലകൾ കൊണ്ട് ഒരു കോട്ടയുണ്ടാക്കി. അതിനുള്ളിൽ ആദിപരാശക്തിയായ ശ്രീ മഹാദേവി 1000 സൂര്യന്മാരുടെ ശോഭയോടുകൂടി വിളങ്ങുന്നത് കണ്ട വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 71ാമത്തെ നാമമന്ത്രമായി ഇങ്ങനെ കുറിച്ചു: ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യദാ. ജ്വാലാമാലിനിക എന്ന ദേവിയാൽ ക്ഷിപ്തമായ നിർമ്മിക്കപ്പെട്ട വഹ്നിപ്രാകാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ രൂപമായിട്ടുള്ള കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യദ. ലളിതാ പരമേശ്വരീ ദേവിയുടെ ശക്തി സൈന്യവും ഭണ്ഡാസുരൻ്റെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ഒരു സംഭവമുണ്ടായി. അതാണ് ഈ നാമം കൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഭണ്ഡാസുരൻ കൂടയുദ്ധം കൊണ്ട് ദേവിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അസുര സൈന്യം അർദ്ധരാത്രി കൂരിരുട്ടത്ത് ലളിതാ പരമേശ്വരീ ദേവിയുടെ ചക്രരാജരഥത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. പിൻഭാഗത്തു കൂടിയും വശങ്ങളിലൂടെയും രാത്രി നടത്തിയ ആക്രമണം പരാജയപ്പെട്ടു. എങ്കിലും വീണ്ടും ആവർത്തിക്കാത്ത വിധം ചക്രരാജരഥത്തെയും ലളിതാ പരമേശ്വരീ ദേവിയെയും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദണ്ഡനാഥ, മന്ത്രിണി തുടങ്ങിയ ദേവിമാർക്ക് തോന്നി. അവരുടെ നിർദ്ദേശപ്രകാരം ചക്രരാജരഥവും ലളിതാദേവിയുടെ സൈന്യവും മഹേന്ദ്രപർവ്വതത്തിൻ്റെ ഉത്തരഭാഗത്ത് 100 യോജന വിസ്താരമുള്ള ഒരു ശിബിരം നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റി. അതിനുശേഷം അമ്മ ജ്വാലാമാലിനി എന്ന ദേവിയോട് ഇപ്രകാരം പറഞ്ഞു: "വത്സേ ത്വം വഹ്നിരൂപാസി ജ്വലജ്വാലാമയാ കൃതി ത്വയാ
വിധീയതാം രക്ഷാ ബലസ്യാസ്യ മഹീയസ ശതയോജനവിസ്താരം പരിവൃത്യ മഹീതലം 30 യോജനമുന്നം ജ്വാലാ പ്രാകാരതാം വ്രജ ദ്വാരം യോജനമാത്രം തു മുക്താന്യത്ര ജ്വലത്തനു വന്യസാലത്വമാപന്ന സംരക്ഷ സകലം ബലം. അല്ലയോ വത്സേ, നീ അഗ്നിയുടെ രൂപം ഉള്ളവളാണ്. നിന്റെ ആകൃതി ജ്വലിക്കുന്ന തീയുടേതാണ്. നീ ഈ സൈന്യത്തെ രക്ഷിക്കുക. 100 യോജന വിസ്താരമുള്ള ഈ ഭൂഭാഗത്തെ ചുറ്റി 30 യോജന ഉയരത്തിൽ ജ്വലിക്കുന്ന ജ്വാലകളോടുകൂടിയവളായി നീ സൈന്യത്തിനു ചുറ്റും ഒരു മതിൽക്കെട്ടായി മാറുക. 1 യോജന സ്ഥലം മാത്രം ദ്വാരമായിട്ട്, അതായത് പ്രവേശനമാർഗമായി ഒഴിച്ചുവിട്ട് മറ്റുള്ള ഇടങ്ങളിലെല്ലാം ശരീരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് തീ കൊണ്ടുള്ള ഒരു മതിലായി എല്ലാ സേനകളെയും സംരക്ഷിക്കുക. ജ്വാലാമാലിനിയായി രൂപം പ്രാപിച്ചത് ഒരു നിത്യാദേവിയാണ്. ചതുർദശി എന്ന തിഥിയുടെ സ്വരൂപത്തിലുള്ള ദേവിയാണ് നിത്യാദേവി. 15 തിഥികൾക്കും ഓരോ ദേവതയുണ്ട്. പ്രഥമ എന്ന തിഥിയുടെ ദേവതയാണ് കാമേശ്വരി. ദ്വിതീയ എന്ന തിഥിയുടെ ദേവത ഭഗമാലിനിയാണെങ്കിൽ തൃതീയയുടേത് നിത്യക്ലിന്നാദേവിയാണ്. ഭേരുണ്ഠയാണ് ചതുർത്ഥി എന്ന തിഥിയുടെ ദേവത. വന്യവാസിനിയാണ് പഞ്ചമിയുടേത്. ഷഷ്ഠി മഹാവജ്രേശ്വരിയുമാണ്. സപ്തമി എന്ന തിഥിയുടെ ദേവതയാണ് ശിവദൂതി. അഷ്ടമിയുടേത് ത്വരിതയും നവമിയുടേത് കുലസുന്ദരിയുമാണ്. ദശമിയുടേത് നിത്യ എന്ന അമ്മയാണ്. നീലപതാക എന്ന ദേവതയാണ് ഏകാദശിയുടേത്. ദ്വാദശിയുടേത് വിജയ എന്ന അമ്മയാണ്. ത്രയോദശി സർവമംഗളയാണ്. ചതുർദശിയുടേത് ജ്വാലാമാലിനിയാണ്. പഞ്ചദശി അതായത് പൗർണമി ചിത്ര എന്ന ദേവിയാണ്. ശുക്ലപക്ഷ അതായത് വെളുത്ത പക്ഷത്തിലെ തിഥി ദേവതകളുടെ ക്രമമാണ് ഈ പറഞ്ഞത്. ശുക്ലപക്ഷ ചതുർദശിക്കും കൃഷ്ണപക്ഷ ദ്വിതീയയ്ക്കും ജ്വാലാമാലിനി തന്നെയാണ് ദേവത. കൃഷ്ണപക്ഷത്തിലെ ദേവതാക്രമം വരുന്നത് പ്രഥമയ്ക്ക് ചിത്ര, ദ്വിതീയയ്ക്ക് ജ്വാലാമാലിനി എന്നീ ക്രമത്തിലാണ്. ലളിതാ പരമേശ്വരീ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഒരു തീയുടെ മതിലായി രൂപം പ്രാപിച്ച നിത്യാദേവി ലളിതാംബികാദേവിയുടെ ശിബിരത്തെ തൻ്റെ ജ്വാലകൾ കൊണ്ട് സംരക്ഷിച്ചു. ജ്വാലാമാലിനി എന്ന ചതുർദശി തിഥിയുടെ രൂപമുള്ള നിത്യാദേവി നിർമ്മിച്ച അഗ്നി കൊണ്ടുള്ള കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ തടസ്സം കൂടാതെ തുടർച്ചയായി നടക്കുന്ന സൃഷ്ടി സ്ഥിതി ലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ ജ്വാലാമാലകളായിട്ടും ആ ജ്വാലാമാലകളോടുകൂടിയ പ്രപഞ്ചവ്യാപാരത്തെ ജ്വാലാമാലിനി എന്ന തിഥിയുടെ ദേവതയായിട്ടും വ്യാഖ്യാനം കാണുന്നുണ്ട്. തിഥിദേവത തന്നെ കാലത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവളാണ്, അതായത് കാലസ്വരൂപിണിയാണ് എന്നർത്ഥം. കാലഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണഭൂതയാണെങ്കിലും അവയുടെ മധ്യത്തിലായിട്ട് നിർവികാരയായി സ്ഥിതി ചെയ്യുന്ന പരയായ ചൈതന്യം തന്നെയാണ് ലളിതാ പരമേശ്വരീ ദേവി. ശ്രീചക്രത്തിൽ കാണുന്ന 5 ത്രികോണങ്ങൾ ശക്തി ത്രികോണങ്ങളാണ്. 4 ശിവത്രികോണങ്ങളും. അവയുടെ നടുക്ക് ബിന്ദുരൂപയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും തന്ത്രശാസ്ത്രപരമായി ഈ നാമത്തിന് അർത്ഥമുണ്ട്. ഓം ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യഗായൈ നമഃ. ഓം
ഹ്രീം ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യഗായൈ നമഃ. എത്ര വലിയ അത്യാപത്തിനെയും തടയുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. സ്തംഭനം, മാരണം, വിദ്വേഷണം തുടങ്ങിയ വിഭാഗത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങൾ ഈ മന്ത്രം ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അത്തരം പ്രയോഗങ്ങൾ ഇവിടെ ഒഴിവാക്കുന്നു. അഗ്നിജ്വാലകളുടെ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലളിതാ പരമേശ്വരീ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് എത്ര വലിയ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ഏറ്റവും നല്ല ഉപായമാണ്. മഞ്ഞളും അല്പം ചുണ്ണാമ്പും ചേർത്ത് ജലത്തിൽ കലക്കി വലതു കൈപ്പത്തി അതിൽ മുക്കിവെച്ച് 101 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക. അതിനുശേഷം വീടിന് ചുറ്റും തളിക്കുക. വീടിനേതെങ്കിലും രീതിയിലുള്ള ബാധാദോഷങ്ങളോ ആഭിചാരദോഷങ്ങളോ ഉണ്ട് എങ്കിൽ അത് മാറിക്കിട്ടും. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത ഗുരുതിയിൽ 2 കൈകളും മുക്കിപ്പിടിച്ചുകൊണ്ട് 51 തവണ വീതം രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കുക. അതിൽ ഒരു നാളികേരം ഇട്ടുവയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഉദയസൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന സ്ഥലത്ത് വടക്കോട്ട് ഒരു തൂശനില വച്ച് അതിൽ ആ തേങ്ങ വയ്ക്കുക. ഒറ്റവെട്ടിന് 2ആയി പിളർക്കുക. അങ്ങനെ കിട്ടുന്ന തേങ്ങാമുറികൾ കത്തിച്ചു കളയുക. എത്ര വലിയ ശത്രുദോഷവും ആഭിചാരദോഷവും മാറിക്കിട്ടും. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. 21 പ്രാവശ്യം വീതം പക്കപ്പുറന്നാൾ ദിവസമോ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലോ വീട്ടിലാരെങ്കിലും ഈ മന്ത്രം ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. ആഗ്രഹസാധ്യം ഉണ്ടാകും. വിഘ്നങ്ങൾ മാറിക്കിട്ടും. വിശേഷപ്പെട്ട കാര്യങ്ങൾക്കായി യാത്ര പോകുമ്പോൾ ഈ മന്ത്രം ജപിച്ച് തിലകം തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പോവുക. യാത്രയുടെ ഉദ്ദേശം തീർച്ചയായും മംഗളകരമാവും. എല്ലാവരെയും ജഗദീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.